ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് നമ്മുടെ ജില്ലാ പ്രസിഡന്റാണ്. കടലോളം കഴിവുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേഖലയാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ഈ യോഗത്തിന്റെ പേര് സ്വാഗതം ചെയ്തു. ആശ്രയ പദ്ധതി ആനുകൂല്യം വിതരണം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് സാറിനെയാണ്. അദ്ദേഹം എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം പറഞ്ഞു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ നെടുവനാടാണ്. അദ്ദേഹം ഒരു പത്രാധിപരം കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വേണുഗോപാൽ സാറാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജൂബിലി ചാക്കോ, അദ്ദേഹം അവരും ഈ സണ്ണി ജോസഫിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്നും എത്തിയിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വാർഡ് മെമ്പർ UB അനിൽകുമാർ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറഞ്ഞു. തെക്കടായി പോയി മാനൂർ പ്രസിഡന്റ് സുരേഷ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം പറഞ്ഞു. ഈ യോഗത്തിന്റെ നന്ദി പറയാൻ വേണ്ടി സുനിൽ ഫിലിപ്പാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം പറയുക. ഈ യോഗം നിയന്ത്രിക്കാൻ വേണ്ടി ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാൻ വിനയപൂർവ്വം ഞാൻ KK രാമേന്ദ്രനെ ക്ഷണിച്ചുകൊണ്ടു. മേഖലാ പ്രസിഡന്റ് അബ്ദുള്ള, അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. കാക്കനാട് യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു. തുണ്ടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ബേബി, നമ്മുടെ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് യൂത്ത് പ്രസിഡന്റ് തങ്കശ്യാം, സെക്രട്ടറി സമീർ, വനിതാ പ്രസിഡന്റ് ഷീജ, സെക്രട്ടറി സീന എന്നിവരെയും കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞു. പേരാവൂരിലെ നമ്മുടെ ഈ യോഗത്തിൽ എത്തിയിട്ടുള്ള മുഴുവൻ കച്ചവട സുഹൃത്തുക്കൾക്കും മറ്റുള്ള സാംസ്കാരിക ആൾക്കാർക്കും കൂടി ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി KK രാമേന്ദ്രനെ നമ്മുടെ ശക്തനായ യൂണിറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം ആശ്രയ പദ്ധതിയിൽ പേരാവൂരിന് ഇന്ന് വരെ ലഭിക്കേണ്ട മുഴുവൻ സാമ്പത്തിക സഹായവും ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ യോഗത്തിൽ വെച്ചിട്ടുള്ളത്. അവരെ ക്ഷണിച്ചുകൊണ്ട് അവരെ ഇരുത്തിക്കൊണ്ട് അവരുടെ ഫണ്ട് നൽകാനുള്ള ഉത്തരവാദിത്വമാണ് ജില്ലാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മേച്ചേരി എന്ന നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാന്യനായ അനിൽകുമാർ, അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട സാമ്പത്തിക സഹായം നൽകുന്നത് ബഹുമാന്യനായ MM മൂസക്ക, അതോടൊപ്പം പ്രിയ ഹോട്ടലിലെ മുഹമ്മദ് ഖാൻ, അതോടൊപ്പം ആനന്ദൻ, നമ്മുടെ ദ്രൗപദി ടെക്സ്റ്റൈൽസിലെ ആനന്ദൻ എന്നിവർക്കും പേരാവൂരിലെ കച്ചവടക്കാരനായിരുന്ന ഇരിക്കൂർ വാസി, അദ്ദേഹത്തിൻ്റെ ധനസഹായവും, അതോടൊപ്പം തന്നെ മാരൂർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളുടെ ഇത്രയും ആളുകളുടെ സാമ്പത്തിക സഹായമാണ്
നമ്മളിവിടെ വെച്ച് നൽകുന്നു. 50 ലക്ഷം എന്നതല്ല സാധാരണ നോട്ടീസിൽ അടിക്കുന്ന ഒരു ഔപചാരികതയ്ക്ക് അപ്പുറത്ത് അതിലും ഒരിത്തിരി കുറവാണെങ്കിലും ഏതാണ്ട് 50 ലക്ഷത്തിന് അടുത്ത് വരുന്ന സംഖ്യയാണ് നമ്മളിവിടെ വെച്ച് വിതരണം ചെയ്യുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ കുറിച്ച് നമ്മളാരും ആശ്രയയില് പണം കൊടുക്കുന്നില്ല എന്ന തെറ്റിദ്ധാരണ ആർക്കുമുണ്ട് എന്ന് തോന്നില്ല. കൃത്യമായി ആളുകൾ അന്തരിച്ചാൽ ഓഫീസിൽ അറിയിക്കുന്നതും അതോടൊപ്പം നടത്തേണ്ടുന്ന എഴുത്തുകുത്തുകൾ കൃത്യവുമാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആശ്രയയുടെ പദ്ധതിയിൽ പണം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ന് വരെ ആരെങ്കിലും ഇത്രകാലം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരാളുടെയെങ്കിലും പണം കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതായി നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഫലമായിട്ടാണ്. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, 1-2 സ്ഥലങ്ങളിൽ പണം കൊടുക്കാത്തത് അവിടെ പിൻഗാമി ആർക്കാണ് പണം കൊടുക്കേണ്ടത് എന്ന് നേരത്തെ എഴുതി വയ്ക്കാതെ, മറിച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം മക്കൾ തമ്മിൽ മത്സരം വന്നപ്പോൾ അതിനൊരു തീരുമാനമെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് 1-2 ദിക്കിലെങ്കിലും കാശ് കൊടുക്കാനുള്ള വൈമുഖ്യം ജില്ലാ കമ്മിറ്റി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് ബാങ്കിലിട്ട പോലെ ഈ പണം വരും. ഈ പണം നൽകുമ്പോൾ സ്നേഹപൂർവ്വം പറയട്ടെ, നിങ്ങൾ ആകെ കൂടി മുടക്കിയിട്ടുള്ളത് ആദ്യമുള്ള 2000 ഉറുപ്പികയും അതിനുശേഷം ഒരാൾ മരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള 100 രൂപയും മാത്രമാണ്. അതിലപ്പുറത്തുള്ള എന്തെങ്കിലും പണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടി എവിടെ നിന്നെങ്കിലും വാങ്ങുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ പദ്ധതിയുടെ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ വ്യാപാരികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബാധ്യതകളും തീർക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ പണം വാങ്ങുന്ന ആളുകൾക്കുണ്ട് എന്ന് ആമുഖമായി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണം അച്ഛൻ ഒരുപാട് കടമുണ്ട്, അതുകൊണ്ട് ആ കടമെല്ലാം പോയിട്ടെ നിങ്ങളെ കടം പിന്നെ തരാം എന്ന് പറയുന്ന ഏർപ്പാട് നടക്കില്ല. 10 ലക്ഷം രൂപ തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നൽകുന്ന ഒരു വലിയ സമ്പന്നത തന്നെയാണ്. അത് ഉപയോഗിക്കുമ്പോൾ ആദ്യം വീട്ടേണ്ടത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ ബാധ്യതകളിലേക്ക് ഇപ്പൊ കടന്നുപോയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പ്രിയാ മുഹമ്മദിനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഏതെങ്കിലും ഒരു അടുത്ത കാലത്ത് അദ്ദേഹം ഈ പണം വാങ്ങും എന്ന തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവില്ല. കാരണം പ്രിയാ മുഹമ്മദൊക്കെ ഏതാണ്ട് ചെറുപ്പക്കാരനാണ് എന്ന് പറയുന്ന രീതിയിൽ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനായിരുന്നു. ആനന്ദനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ദേവസ്യാം യെച്ചേരി പലപ്പോഴും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാറ്, ഒരു മധ്യവയസ്കരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പണം വാങ്ങാറുള്ളത് എന്നാണ്. എനിക്കും കുമാരേട്ടനും ജോസേട്ടനും ഒക്കെ അത്യാവശ്യം സന്തോഷിക്കാം, ഞങ്ങളൊക്കെ മധ്യവയസ്കരല്ല. മധ്യവയസ്കർക്കാണ് ഏറ്റവും അധികം മരണം വരാനുള്ള സാധ്യതയുള്ളത് എന്നാണ് വ്യാപാരികളുടെ നിഗമനം. കാരണം ഇന്നുവരെ നോക്കിയിട്ടുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് ഒരു 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് എന്നതാണ് മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും മുഴുവൻ ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പല യൂണിറ്റുകളിലും വന്നിട്ടുള്ള മരണങ്ങൾ, ആ മരണങ്ങളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അതുപോലുള്ള ആളുകൾ ഈ ലോകത്തു നിന്ന് വിടവാങ്ങി തിരിച്ചു പോകുമ്പോൾ ആ കുടുംബം അനാഥമാവുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ചികിത്സ കൂടി കഴിഞ്ഞ് അവർ അനാഥമായി പോയ ഒരു കുടുംബമാണ് ബാക്കിയാവുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരെ സഹായിക്കാനായി ഇത്തരം ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. ഞാൻ ശ്രമിക്കുന്നവര് ആരെങ്കിലും ഈ പദ്ധതിയിൽ അംഗമല്ലാത്തവരായിട്ട്
ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായും വീണ്ടും ഇതിൽ അംഗമാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അംഗമാവാതെ നിങ്ങൾക്ക് അംഗമാവുകയും ആ അംഗമായി കൃത്യമായി പണം അടച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്കേ കിട്ടൂ. ഏതെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ 1 രൂപയുടെ വീഴ്ചയാണെങ്കിലും ആ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കാലാനുസൃതമായി അടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പദ്ധതിയുടെ സഹായം ലഭിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ പദ്ധതിയിൽ അംഗമാവണം എന്ന് മാത്രമല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നത്, അത് കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ സാധിക്കാൻ തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിഭാവനം ചെയ്ത ഈ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ അനുഗ്രഹമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും. ഏറെ സന്തോഷത്തോടു കൂടിയാണ് സംഘടനാ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ രീതി ഊഷ്മളമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് മറ്റു പല സംഘടനകളുമാണ് എന്ന് തോന്നിയിട്ടോ നമ്മളിൽ നിന്ന് തിരിച്ചുപോയിട്ടുള്ള ആളുകൾ പേരാവൂർ ചേംബർ എന്ന വ്യാപാരി സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ നേതൃത്വത്തിലുള്ള ആളുകളിൽ ഒരു വിഭാഗം നമ്മളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. മുഴുവനായി വന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ആ കൂട്ടത്തിൽ ഇപ്പൊ ദിനേശനുണ്ട്, ആ കൂട്ടത്തിൽ ഒരാളിവിടെ ഉണ്ട്, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയ ശ്രീമാൻ ദിനേശൻ ഒന്നും കഴിക്കുന്നുണ്ട്. ശ്രീ വിനേശനടക്കമുള്ള ആളുകൾ നമ്മളെ ഉപേക്ഷിച്ച് പോയവരായിരുന്നു. അവരുടെ ഒരു വിഭാഗം ഈ സംഘടനയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സംഘടനയുടെ പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത്തിരിയൊക്കെ മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ വ്യക്തിപരമായ വിരോധവും വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് തിരുത്തേണ്ട കാലമായിരിക്കുന്നു എന്ന് വളരെ വിനീതമായി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഒരു കുടുംബമാണ്. ഏത് കുടുംബത്തിലും ഒരിത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അത് എല്ലാ കാലത്തും ഉണ്ടാവാറില്ല. ഒരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കും. ആ തർക്കം വീണ്ടും പറഞ്ഞു തീർക്കും. നമ്മൾ പഴയ മനുഷ്യരായി നല്ല മനുഷ്യരായി മാറും. ആ അവസരങ്ങളാണ് നമ്മളിൽ പലരും ഇപ്പോൾ ഉപയോഗിക്കാതെ പോകുന്നത്. അവരെയൊക്കെ വിനയപൂർവ്വം വീണ്ടും ഈ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ സംഘടന ഒരുവിധം കെട്ടുറപ്പോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സംഘടന പുതിയ ഉത്തരവാദിത്തങ്ങൾ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവയൊക്കെ കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഇനിയും എന്തെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവയൊക്കെ പറയാനുള്ള വേദിയായി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്താം. പക്ഷെ ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി കാണണം, ഇത് നമ്മൾ മാത്രമുള്ള ഒരു യോഗമല്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങൾ മാത്രമുള്ള ഒരു യോഗമല്ല. മറിച്ച് നമ്മളോടൊപ്പം തന്നെ ആശ്രയ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾ, നമ്മളുമായി ബന്ധമില്ലാത്ത ആശ്രയ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾ ഈ യോഗത്തിന്റെ ഭാഗമാണ്. അവർക്ക് കൂടി കൃത്യമായി തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാവണം പരാമർശിക്കപ്പെടേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ സുധാകരൻ മുഖ്യ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേരുന്നതുവരെ, നമ്മുടെ MLA സമ്മാനദാനം നിർവഹിക്കാൻ എത്തിച്ചേരുന്നതുവരെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം ശ്രീ അനിൽകുമാറും അടക്കമുള്ള സുരേഷും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഏതായാലും ആദ്യമായി നിങ്ങളെ അഭിമുഖീകരിക്കാനായി ബഹുമാന്യനായ സുധാകരനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു. 2023 ജനുവരി മാസം 1-ാം തീയതിയാണ് ആശ്രയ എന്ന പേരിൽ ഈ ഒരു പദ്ധതി, വ്യാപാരികളുടെ കുടുംബ സുരക്ഷാ പദ്ധതി
ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി വിഭാവനം ചെയ്ത് നടപ്പിലാക്കി. 2023 ജനുവരി മാസം 1-ാം തീയതി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ജില്ലയിലുടനീളം എല്ലാ യൂണിറ്റുകളിലും വളരെ വിശദമായി ജില്ലാ പ്രസിഡന്റ് തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ പദ്ധതിയുടെ വിശദീകരണങ്ങൾ നടത്തുകയാണ്. 2023 ജനുവരി മാസം 1 മുതൽ ഈ 2025 ഓഗസ്റ്റ് മാസം എത്തി നിൽക്കുമ്പോൾ ഒരു വർഷവും 8 മാസക്കാലവും ഈ പദ്ധതിയിലൂടെ കണ്ണൂർ ജില്ലയിൽ 20 കോടി രൂപ ആശ്രയ പദ്ധതിയിലൂടെ മരണാനന്തര ആനുകൂല്യമായും അതുപോലെ തന്നെ ചികിത്സാ ആനുകൂല്യമായി 2.5 കോടി രൂപയും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ പദ്ധതി സാധിച്ചു. ഈ ആശ്രയ പദ്ധതി കണ്ണൂർ ജില്ലയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണെങ്കിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ നടപ്പിലാക്കുന്ന സമാന സ്വഭാവമുള്ള പദ്ധതികളിലൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം 200 കോടി രൂപ കേരളത്തിൽ ഇതുപോലെ ആനുകൂല്യമായി വിതരണം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടനാ സംവിധാനത്തിന്റെ ആ പ്രവർത്തന ക്ഷമത എത്രമാത്രമുണ്ട് എന്നതിന്റെ തെളിവാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കുറച്ച് ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ ആളുകൾ നമ്മുടെ സംഘടനയിൽ തിരിച്ചു വന്ന സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ സമ്മേളനം ചെയ്യുന്നത് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന രൂപം കൊള്ളുന്നത് 1981 മെയ് മാസം 13-ാം തീയതിയാണ്. അതുപോലെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ പ്രാദേശികമായി വിവിധ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വ്യാപാര സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ സംഘടനകളെല്ലാം തന്നെ ഒന്നായി ചേർന്നുകൊണ്ട് കേരള സംസ്ഥാനത്തൊട്ടാകെയും വ്യാപാരികളെ ഒറ്റ കൊടിക്കീഴിൽ അണിനിരത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു സംഘടിത ശക്തിക്ക് മാത്രമേ കേരളത്തിലെ വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് 1981 ഇതുപോലൊരു സംഘടനാ സംവിധാനം രൂപപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ സംഘടനയുടെ ജീവനും ഈ സംഘടനയുടെ ഭരണഘടനയും വളരെ കൃത്യമായി വിശദമായി പഠിച്ചുകൊണ്ട് 1980-ന്റെ അവസാന കാലങ്ങളിലാണ് ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഈ ഭരണഘടന ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളത്. നമ്മുടെ സംഘടനയുടെ ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിലുള്ള കൃത്യമായ പ്രവർത്തനം നടന്നാൽ നമ്മുടെ സംഘടനയിൽ നിന്ന് ഒരാൾ പോലും ഈ സംഘടനയെ വിട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായില്ല എന്ന് വളരെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ കഴിഞ്ഞ 40 വർഷത്തിലേറെ കാലമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനക്കകത്ത് ഇന്ന് വരെ പറയാൻ മാത്രമുള്ള ഒരു പിളർപ്പോ അല്ലെങ്കിൽ ഒരു വേർപെട്ടു പോകലോ ഈ സംഘടനയിൽ ഉണ്ടായില്ല എന്നുള്ളത് ഈ സംഘടനയുടെ ഭരണഘടനയുടെ മഹത്വമാണ്. പ്രാദേശികമായി ഇതുപോലെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി താൽക്കാലികമായി ആളുകൾ പിണങ്ങി നിൽക്കുന്നതിനപ്പുറം ഈ സംഘടനയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോകുന്നതിന് വേണ്ടി ഒരു വ്യാപാരിക്ക് സാധ്യമല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ജാതി മത വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രക്ഷാകർതൃത്വമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ പിൻബലമില്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വേറെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. 2 വർഷം കൂടുമ്പോൾ വളരെ കൃത്യമായി ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. നമ്മുടെ ജനാധിപത്യപരമായ രൂപത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അതുപോലെ 2 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി ഓരോ വർഷവും മെയ് മാസത്തിൽ മെയ് ജൂൺ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ജനറൽ ബോഡികൾ നടത്തുന്നു. ഈ ജനറൽ ബോഡിയിൽ വെച്ച് 2 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ 2 വർഷക്കാലം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിന്മേലും വരവ് ചെലവ് കണക്കിന്മേലും മെമ്പർമാർക്ക് പൂർണ്ണമായി ഈ സംഘടനയുടെ മുഴുവൻ മെമ്പർമാരുമുള്ള വേദിയിൽ വെച്ച് ജനറൽ ബോഡിയിൽ വെച്ച് പ്രവർത്തനങ്ങളെ വിലയിരുത്താനും വിശകലനം ചെയ്യാനും വിമർശിക്കാനും ഇനി അങ്ങോട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കാനുള്ള അവസരമായി 2 വർഷത്തിലൊരിക്കൽ ജനറൽ ബോഡി സംഘടിപ്പിക്കുന്നു.
ഒരു ഹിതപരിശോധന നടത്തും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനം, അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുമ്പോൾ യൂണിറ്റ് പ്രവർത്തക സമിതി യോഗം ചേർന്ന് കൃത്യമായി ചർച്ചകൾ നടത്തി ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കും. നമുക്കറിയാം, സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഓരോ കമ്മിറ്റികളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. വിവിധ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ യോഗങ്ങളിൽ ഉന്നയിക്കുകയും വന്ന ചർച്ചകളിലൂടെ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ ഒന്നായിരിക്കും. ആ തീരുമാനങ്ങളോട് വിയോജിപ്പുള്ള ആളുകളാണെങ്കിൽ പോലും ആ തീരുമാനം ഒരു കമ്മിറ്റിയുടെ തീരുമാനമായി വന്നാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ മെമ്പർമാർക്കും. അത്തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിലുള്ള പിളർപ്പിന്റെ ആവശ്യം അല്ലെങ്കിൽ വേർപെട്ടു പോകലിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനം 1981 മുതൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് പ്രാദേശികമായി വ്യാപാരികൾക്കെതിരെ ഉയർന്നു വരുന്ന ഏതൊരു നടപടികളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് നിവേദനങ്ങളിലൂടെ അതുപോലെ തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുകയും ഇത്തരത്തിലുള്ള നിവേദനങ്ങളും ചർച്ചകളും ഒന്നും തന്നെ ഫലം കാണാതെ ഘട്ടത്തിൽ ഫലം കാണാൻ അത് വരുന്ന ഘട്ടങ്ങളിൽ അപൂർവമായി പ്രത്യക്ഷ സമരങ്ങൾക്ക് ഏകോപന സമിതി ആഹ്വാനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സമരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഏകോപന സമിതിയുടെ സംഘടനാ പ്രവർത്തന ചരിത്രത്തിലെ ജ്വലിക്കുന്ന സമരത്തിന്റെ ഒട്ടേറെ അനുഭവ കഥകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയാറുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വ്യാപകമായി വ്യാപാരികൾക്കെതിരെ വലിപ്പ ചെറുപ്പമില്ലാതെ മുഴുവൻ കടകളിലും കയറി അനധികൃത പരിശോധനകൾ നടത്തി വ്യാപാരികളുടെ കടകളിൽ അധികാരികളെ പോലെ വ്യാപാരികളുടെ കസേരയിൽ കയറിയിരുന്നു ധിക്കാരപരമായ സമീപനം കൈക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കടകൾ പരിശോധിക്കാൻ, നമ്മുടെ കടകൾ അനധികൃതമായി പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ലെന്നും അത്തരത്തിലുള്ള അനധികൃത പരിശോധനകളുമായി നമ്മുടെ കടകളിലേക്ക് വന്നാൽ ഉദ്യോഗസ്ഥന്മാർ വന്ന പോലെ തിരിച്ചു പോവില്ലെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ അനധികൃതമായി കടകളിൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യണമെന്ന് അവസാന ഘട്ടത്തിൽ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ആഹ്വാനം ചെയ്ത് അത്തരത്തിലുള്ള ഒരു സമരത്തിന് പോലും നമ്മുടെ സംസ്ഥാനം വേദിയായിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി സമര ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഒട്ടനവധി തീക്ഷ്ണ സമരങ്ങളിലൂടെയാണ് ഈ സംഘടന കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പ്രത്യക്ഷ സമരം വന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും പലപ്പോഴും ഇത്തരം സമരങ്ങൾക്ക് ഏകോപന സമിതിയും അതുപോലെ തന്നെ വ്യാപാരി സമൂഹവും നിർബന്ധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും. നമുക്കറിയാം, വ്യാപാരത്തിന്റെ അവസ്ഥ, വ്യാപാരം വളരെ പരിതാപകരമായ നിലയിലാണ് നമ്മുടെ നാടിന്റെ വ്യാപാര അവസ്ഥ. ഒരു 2015 തൊട്ട് കൃത്യമായി പറഞ്ഞാൽ 2015 തൊട്ടുള്ള കാലയളവിലാണ് നമ്മുടെ വ്യാപാര മേഖല ഇത്രമാത്രം ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ വ്യാപാരം, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും വളർച്ച, ആ വളർച്ച എല്ലാ മേഖലകളും അതിന്റെ ചലനങ്ങളുണ്ടായപ്പോൾ അത് വ്യാപാര മേഖലയിലും ഉണ്ടായി. ഓൺലൈൻ വ്യാപാരം എന്നൊരു വ്യാപാര സംവിധാനം നമ്മുടെ വ്യാപാര രംഗത്ത് കടന്നു. കോവിഡ് നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും പടർന്നു പിടിക്കുന്ന കാലത്തിന് തൊട്ട് മുമ്പ് വരെ വളരെ കുറഞ്ഞ കമ്പനികൾ, നാമമാത്രമായി വിരലെണ്ണാവുന്ന കമ്പനികൾ മാത്രം ഓൺലൈൻ വ്യാപാര രംഗത്ത് വ്യാപാരിച്ചിരുന്നു. ആ വ്യാപാരത്തിനെതിരെ നമ്മൾ ആദ്യകാലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി. അതുപോലെ തന്നെ ആഗോളീകൃതമായ ഒരു ലോക സാഹചര്യത്തിൽ, ലോക സാമൂഹ്യ വ്യാപാര സാഹചര്യത്തിൽ നമ്മുടെ വിപണിയിലേക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലോകത്തെ കുത്തക മുതലാളിമാരെ എന്നും ആകർഷിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിപുലമായ ഈ വിപണിയിലേക്ക് ആഗോള കുത്തക ഭീമന്മാർ കടന്നു വന്നപ്പോ അതിശക്തമായ സമരത്തിലുള്ള ഒരു പരിധി വരെ ചെറുകിട വ്യാപാര മേഖലയിൽ വിദേശ കുത്തകകളെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഏകോപന സമിതിക്കും അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ കോവിഡ് കാലയളവ് വന്നതോടുകൂടി കോവിഡായി ഓൺലൈൻ വ്യാപാരം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഓൺലൈൻ
ചെറുകിട വ്യാപാര മേഖലയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ ദിവസവും വിവിധ വാഹനങ്ങളിൽ അനൗൺസ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ വയ്ക്കുകയാണ്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ടൗണിൽ പോയി രാവിലെ തന്നെ പഴവും പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കടയിൽ ഡിസ്പ്ലേ ചെയ്ത് നിരത്തി വെച്ച് കച്ചവടത്തിന് തയ്യാറായിരിക്കുന്ന വ്യാപാരികളെ മുന്നിലേക്ക് വണ്ടികളിൽ വന്ന് പഴം പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വ്യാപാരികളെ മുന്നിലിട്ട് കച്ചവടം ചെയ്യുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആശ്രയ പദ്ധതി പ്രായോഗികമാണ് എന്ന് ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി തെളിയിച്ചതോടുകൂടി ഈ പദ്ധതിയിൽ ആദ്യകാലത്ത് ചേരാൻ മടിച്ചിരുന്ന ആളുകൾ പോലും ഈ പദ്ധതിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കടന്നു വരാൻ സാധിക്കും. ഇങ്ങനെ 3000 രൂപ അടച്ച് പദ്ധതിയിൽ ചേരുന്ന ആളുകൾക്ക് ആനുകൂല്യത്തിനുള്ള അർഹത ഒരു വർഷത്തിന് ശേഷം മാത്രമായി. ഈ ഒരു വർഷത്തിന് ശേഷം ആനുകൂല്യം ലഭിക്കുമ്പോൾ ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയാൽ മാത്രമേ അവർ പദ്ധതിയിൽ വരിസംഖ്യയിൽ മടങ്ങേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷം രൂപയുടെ സ്ഥിരാംഗത്വ പദ്ധതി ഈ ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യമായി 10 ലക്ഷം രൂപയും ലഭിക്കുമെന്ന് മാത്രമല്ല, അവർ മരണപ്പെടുന്ന ഘട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വരിസംഖ്യ പിരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ മരണപ്പെടുമ്പോൾ അവർ വരിസംഖ്യ നൽകുകയോ ചെയ്യേണ്ടതില്ല എന്നൊരു പ്രത്യേകത കൂടി ഈ പദ്ധതിക്കുണ്ട്. ഇന്നിവിടെ നമ്മൾ നടത്തുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ പ്രസിഡന്റ് ദേവസ്വം ചെയ്തു ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റും ആശ്രയ പദ്ധതിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ കെ രാമേന്ദ്രൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട പി വേണുഗോപാലൻ അവർ, ശ്രീ യോഗി അനിൽകുമാർ, സംഘടനയുടെ സമാരാധനായ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സുധാകരൻ, ടി മേഖലാ പ്രസിഡന്റ് ശ്രീ സണ്ണി, പേരാവൂർ മേഖലാ പ്രസിഡന്റ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എസ് ബഷീർ, വനിതാ വിങ്ങിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും ഏകോപന സമിതിയുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, ദൃശ്യമാധ്യമ പ്രവർത്തകരെ, ഈ യോഗത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം തന്നെ വിശദമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2022 ജനുവരി 1-ാം തീയതി ആരംഭിച്ച ആശ്രയ പദ്ധതിയിലൂടെ മരണപ്പെട്ട 175 കുടുംബങ്ങൾക്ക് മരണാനന്തര ആനുകൂല്യം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും. 2 കോടി രൂപയിലധികം ചികിത്സാ സഹായം ഇതിനോടകം നൽകാൻ വേണ്ടി ഈ പദ്ധതി കൊണ്ട് നമുക്ക് ശ്രമിച്ചു. ഈ പദ്ധതിയിൽ 21,000-ഓളം അംഗങ്ങൾ ചേരുകയുണ്ടായി. എന്നാൽ വരിസംഖ്യ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് 4,000 ആളുകൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ MLA, ആദരണീയനായ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജൂബിലി ചാക്കോയും ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട എമ്മിലേക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ MLA എത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടി പൊതുപ്രവർത്തനത്തിൽ ഒരു ഗുരുതുല്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ബഹുമാനപ്പെട്ട MLA. അതുകൊണ്ട് MLA സ്വീകരിക്കുന്ന ആ പാത നേതാക്കന്മാരെ എത്തിക്കൊണ്ട് അധികം സംസാരിക്കുന്നത് ഭംഗിയല്ല എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദീർഘമായി സംസാരിക്കാത്തത്. ഏതായാലും ഇപ്പോൾ 17,000-ഓളം ആളുകൾ ഈ പദ്ധതിയിലുണ്ട്. ഈ പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് പദ്ധതിയിലെ ഒരംഗം മരണപ്പെട്ട 100 രൂപ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഉദാരമായി സംഭാവനയായി നൽകുന്ന 17,000-ഓളം വരുന്ന കണ്ണൂരിലെ പ്രിയപ്പെട്ട മനുഷ്യഹൃദയമുള്ള ജനസമൂഹമാണ്. അവരെ ഞാൻ പ്രത്യേകമായി നന്ദിയോടെ ഓർക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പദ്ധതിയിൽ ചേർന്ന ആളുകൾ പലരും വീഴ്ച വരുത്തി യാത്ര പറയുന്നുണ്ട്. ഇങ്ങനെ യാത്ര പറഞ്ഞു കഴിയുമ്പോഴാണ് കുടുംബം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അവർ നിറകണ്ണുകളോടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA-യുടെ അടക്കം ശുപാർശകൾ പലരും പറയും. പക്ഷേ ഒരു പദ്ധതി അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് നടത്താൻ വേണ്ടി കഴിയുന്നു. ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് വീഴ്ച വരുത്താതെ നിങ്ങൾ പദ്ധതിയുമായി സഹകരിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പദ്ധതിയുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യം നമ്മുടെ ജീവിതയാത്ര. ആ ജീവിതയാത്രയിൽ കുടുംബം പുലർത്താൻ, ഭക്ഷണം നൽകാൻ, മരുന്ന് വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, മക്കളെ പഠിപ്പിക്കാൻ, തലചായ്ക്കാൻ ഒരു വീട് വെക്കാൻ വേണ്ടി, കുട്ടികളെ കെട്ടിച്ചയക്കാൻ വേണ്ടി, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ത്യാഗോജ്ജലമായ കഠിനാധ്വാനം ചെയ്ത കുടുംബസ്നേഹികളാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ അവരെ നമ്മെ വിട്ടുപിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാം അത്താണിയും നഷ്ടപ്പെട്ട് നമ്മൾ പ്രയാസത്തിൽ കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് ആധാരം പണയപ്പെടുത്തി ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി വായ്പകൾ വാങ്ങിയത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശയും പിഴപലിശയും കൂട്ടി വീട് ജപ്തി ചെയ്യുന്നതിനുള്ള നോട്ടീസുമായിട്ടാണ് കടന്നു വരുന്നത്. അവർക്ക് അവരുടേതായ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ പറ്റും. പാവപ്പെട്ട കുടുംബിനികളോട്, പിഞ്ചോമന മക്കളോട് സമൂഹത്തിൻ്റെ മേൽ വെച്ച് നൽകാനുള്ള പണം ചോദിക്കുമ്പോൾ അത് തിരിച്ചു നൽകാൻ കഴിയാതെ വളരെയധികം മാനസിക വേദനയോടെ ജീവിതം തന്നെ മതിയാക്കി എല്ലാവർക്കും ഒന്നിച്ച് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അടുത്തേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിലെ മിക്കവാറും കുടുംബങ്ങൾ എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആത്മപരിശോധന നടത്തിയാൽ ഇന്നൊരാളെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചാൽ മണിക്കൂറുകൾ ഇടപെട്ട ആസ്പത്രി എന്ന് പറയും. ഐസിയുലേക്ക് കയറ്റണം, 1 ലക്ഷം അടയ്ക്കണം, 2 ലക്ഷം അടയ്ക്കണം, 4 ലക്ഷം അടയ്ക്കണം എന്ന് കിട്ടുന്നിടത്തെല്ലാം വായ്പ വാങ്ങി അടയ്ക്കണം. അതിൻ്റെ ഫലമായി കുടുംബനാഥൻ നഷ്ടപ്പെടുന്നതോടുകൂടി
തൻ്റെ കുടുംബം പുലർത്താൻ കഴിയുന്ന ജീവിതോപാധിയായ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നിരവധിയായ സംഭവങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിലൂടെ കടന്നുപോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആ കുടുംബത്തിലേക്ക് കടന്ന് ചെന്നുകൊണ്ട് നിരാശപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു സമൂഹമുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട്. പഠിപ്പ് സാമ്പത്തിക പ്രയാസമുണ്ട്. പഠിപ്പ് നിർത്തിയ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ, വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, വീടും പറമ്പും ജപ്തിയുടെ ഭീഷണിയിൽ നിന്ന് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുക്കാൻ, നിലച്ചുപോയ വ്യാപാരം പുനഃസ്ഥാപിക്കാൻ ഉതകത്തക്ക വിധത്തിലാണ് ഈ പദ്ധതി ജില്ലാ കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കണ്ണൂരിലെ ജനഹൃദയമുള്ള ജനമനസാക്ഷിയുള്ള മുഴുവൻ പൗരാവലിയും ഈ പദ്ധതിയെ സഹായിക്കണം, സഹകരിക്കണം. കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA സണ്ണി ജോസഫാണ്. ഞാൻ അദ്ദേഹത്തെ ആ ചുമതല കൊണ്ട് കൂടി ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അഭിവന്ദ്യനായ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വാക്കുകളൊന്നും ആവശ്യമില്ല. വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് KPCC പ്രസിഡന്റായി നിൽക്കുന്ന ഈ മലയോര മേഖലയുടെ അഭിമാനമാണ് സണ്ണി. അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും അതോടൊപ്പം ഈ സാമ്പത്തിക സഹായം നിർവഹിക്കാനും വിനയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ KK രാമേന്ദ്രൻ, ബഹുമാനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ദേവസ്യ മേച്ചേരി, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാൽ, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ സുധാകരൻ നെടുവനാട്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ജൂബിലി ചാക്കോ, അതുപോലെ തന്നെ തൊഴിലാളികളുടെ യൂണിയൻ പ്രതിനിധി ശ്രീ അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുരേഷ്, സുനിത, മറ്റ് വ്യാപാര സംഘടനകളുടെ നേതാക്കന്മാരെ, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സഹപ്രവർത്തകരെ, നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുട്ടികളെ, കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പേരാവൂർ യൂണിറ്റിന്റെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും വളരെയേറെ സന്തോഷകരമായ കാര്യമാണ്. ഈ സംഘടന പേരാവൂരിൽ വളരെ ശക്തമാണ്, സുസംഘടിതമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു ജനറൽ ബോഡി യോഗമാണ് ഇവിടെ ചേരുന്നത്. വ്യാപാരികളുടെ ക്ഷേമ പ്രശ്നങ്ങൾ നന്നായിട്ട് തന്നെ ഈ സംഘടന കൈകാര്യം ചെയ്യുന്നു. ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിക്കുന്നതും ഈ സംഘടനയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് തന്നെ കേരളത്തിലെ വ്യാപാരികളുടെ ശബ്ദം ഈ സംഘടനയിലൂടെ നമുക്ക് അധികാരികളുടെ മുൻപിൽ എത്തിക്കാൻ സാധിച്ചു. ജനങ്ങളുമായി, ജനപ്രതിനിധികളുമായി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി എല്ലാം ഈ സംഘടന നല്ല ബന്ധം പുലർത്തി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്.
പേരാവൂരിനെ സംബന്ധിച്ച് അനുദിനം വളർന്നു വരുന്ന ഒരു വ്യാപാര വാണിജ്യ കേന്ദ്രമാണ് പേരാവൂര് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇവിടെ ശ്രീ മേച്ചേരി ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യാപാര സമൂഹത്തിന് സാമ്പത്തികമായ നിരവധിയായ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടായി. നോട്ട് നിരോധനത്തിന്റെ പ്രയാസം വന്നു. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ഉണ്ടാക്കിയ മാന്ദ്യം എല്ലാവർക്കും അറിയാം. 2 പ്രളയങ്ങൾ കേരളത്തെ സാരമായിട്ട് ബാധിച്ചപ്പോൾ അത് ജനജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളെയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അത് സാരമായിട്ട് ബാധിച്ചു. വ്യാപാര സമൂഹത്തെയാണ് ഒരുപക്ഷെ അത് നേരിട്ട് ബാധിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ആ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും തളരാതെ വ്യാപാര സമൂഹത്തെ പിടിച്ചു നിർത്താൻ സഹായിച്ചത് സംഘടനാ നേതൃത്വമാണ്. അനുഭവത്തിന്റെ കരുത്തിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിൽ ഈ സംഘടനയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ സാധിക്കും. വ്യാപാരികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, തൊഴിലാളികളുമായി ദൈനംദിന ബന്ധമുള്ളവരാണ്, ജനപ്രതിനിധികളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഇങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളെയും നന്മയുടെ വഴിയിൽ ഓർത്തിറക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു. മഹത്തരമായ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുന്ന കർമ്മനിരതമായ ഒരു നേതൃത്വമാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ. ശ്രീ മേച്ചേരിയാണെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരാണെങ്കിലും എവിടെയും അവരുണ്ട്, ഏതാവശ്യത്തിലും അവരുണ്ട്. വ്യാപാരികളുടെ സുഖദുഃഖങ്ങളിൽ അവരെ നമ്മളിൽ ഒരാളായി തന്നെ സജീവ സാന്നിധ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരുടെ സഹായം, അവരുടെ പിന്തുണ നമുക്ക് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരെ വളർത്താൻ ഈ വ്യാപാര സംഘടന സ്വയം വളരുകയാണ്. വ്യാപാരികളെ, വ്യക്തികൾ എന്ന നിലയിൽ അവരുടെ സംരംഭങ്ങളെ, പ്രസ്ഥാനങ്ങളെ വളർത്തണമെങ്കിൽ ഈ സംഘടനയും വളരേണ്ടതുണ്ട്. വ്യാപാരികളെ വളർത്താൻ ഈ സംഘടന സ്വയം വളർന്നുകൊണ്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ പുതിയ ഒരു മുഖമാണ് നമുക്കറിയാം ഈ ആശ്രയ പദ്ധതി. അടുത്തത് സീനത്താണ്. ഇരിക്കോടിൽ നിന്നുള്ള സീനത്ത് അവരുടെ പ്രതിനിധിയായിട്ട് ആരും വന്നിട്ടുണ്ടോ? ദ്രൗപദി ടെക്സ്റ്റൈൽസിന്റെ ആനന്ദലോലി അജിതകുമാർ. മറിയം ഉമ്മനായ പ്രിയ മുഹമ്മദ് വേണ്ടി മറിയം. ആതിര മാലൂര്. പ്രിയപ്പെട്ടവരെ, അടുത്തത് ആശംസാ പ്രസംഗമാണ്. ആദ്യമായി ആശംസാ പ്രസംഗം നടത്താൻ അഭിവന്ദ്യനായ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രഥമ പൗരൻ ശ്രീ പി വേണുഗോപാലിനെ വിനയപൂർവ്വം ക്ഷണിക്കുക. व्यापारी व्यवसायी
ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കി വരുന്ന ആശ്രയ പദ്ധതിയുടെ ആരോഗ്യ വിതരണവും യൂണിറ്റിൻ്റെ ജനറൽ ഈ വകമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ 2 വർഷം മുമ്പ് തുടക്കം കുറിച്ചു. അപ്പം നമുക്കറിയാം, ആഹാര മേഖല വ്യാപാരികൾ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ചേർന്ന് നിന്ന് അവരുടെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ശ്രദ്ധേയമായ പദ്ധതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര മേഖല പല പ്രതിസന്ധികളിലൂടെയും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിൽ അംഗങ്ങളായവർക്ക് അല്ലെങ്കിൽ അതിന് പുറത്തുമുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു ശ്രദ്ധേയമായിട്ടൊരു പദ്ധതിയാണ് ഇതിനെ വിഭാവനം ചെയ്തിരുന്നത്. തീർച്ചയായും ഈ പദ്ധതി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടികൾ അല്ലെങ്കിൽ ഈ പദ്ധതികൾക്ക് എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മാനദാനം നിർവഹിക്കുന്നത്. അടുത്തായി ആശംസാ പ്രസംഗമാണ്. ഇനി നടക്കുന്ന എല്ലാ ആശംസാ പ്രസംഗങ്ങൾക്കും ഇടയിൽ 2 വീതം സമ്മാനങ്ങൾ നൽകും. അടുത്തായിട്ട് ജൂബിലി ചാക്കോന് പേരാവൂരിൽ പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ട്. നമ്മുടെ ഏറ്റവും ജനകീയയായ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ജൂബിലി ചാക്കോ. നമ്മളോടൊക്കെ ഏറ്റവും പ്രിയത്തോടുകൂടി നിൽക്കുന്ന ആള്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രിയപ്പെട്ട ബന്ധു ജൂബിലി ചാക്കോയെ ഞാൻ വിനിയോഗം ക്ഷണിക്കുക. ഈ ചടങ്ങിന്റെ ഏറെ ബഹുമാനായ അധ്യക്ഷൻ, യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടേട്ടൻ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ദേവസ്യ മേച്ചേരി, ഇവിടെ ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യം വിതരണം ചെയ്ത പേരാവൂരിന്റെ ഏറെ ബഹുമാനായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അധ്യക്ഷ വേദിയിലെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അധ്യക്ഷ വേദിയിലെ വ്യാപാര സംഘടനയുടെ നേതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സമാനതകളില്ലാത്ത ജനകീയമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ടേക്ക് പോവുകയാണ്. മറ്റ് സംഘടനകൾക്കൊന്നും അവകാശപ്പെടാൻ പറ്റാത്തത്ര രീതിയിലുള്ള നല്ല പദ്ധതികൾ വ്യാപാര മേഖലയിലെ കുടുംബങ്ങൾക്ക് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള, അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ആശ്രയ പോലുള്ള പദ്ധതികളുമായി വളരെ മികച്ച രീതിയിൽ ജൈത്ര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണത്തണയിൽ വെച്ചും ഓരോ യൂണിറ്റ് തലങ്ങളിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്തുകൊണ്ട് ജനറൽ ബോഡി നടത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പേരാവൂരിലെ ഏകോപന സമിതി വ്യാപാരി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പേരാവൂരിൻ്റെ സമുന്നതമായ വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി ഏറെ പ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സാധാരണഗതിയിൽ നാടിൻ്റെ മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാടിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് മുൻപോട്ടേക്ക് പോകുന്ന ആളുകളാണ് വ്യാപാര സംഘടനയുടെ ആളുകൾ. എല്ലാ വിഷയങ്ങളും പ്രത്യേകമായി എടുത്തു പറയുവാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്
സാധാരണക്കാരന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് നാടിന്റെ വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വ്യാപാര സംഘടനകൾ ഏറെ സഹായകരമായ പങ്ക് വഹിക്കാറുണ്ട്. അതിൽ തന്നെ ഏകോപന സമിതിയുടെ പങ്ക് വളരെ വലുതാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പേരാവൂരിലെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിക്ക് മുൻപോട്ടേക്ക് പോകുവാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നമ്മുടെ ഉത്തരവാദിത്വം പേരാവൂർ ചേംബറിൽ നിന്ന് നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പേരാവൂർ ചേംബറിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ആദ്യമായി ശ്രീ ദിനേശൻ, ആക്ടിംഗ് ചേംബറിന്റെ മുൻ അധ്യക്ഷൻ, ഇപ്പോൾ നമ്മുടെ ഉപാധ്യക്ഷനുമായ ശ്രീ വി ദിനേശനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് വിനോദ് നന്ദ്യൻ. നമ്മളിലേക്ക് സനിൽ കാനത്ത് നിങ്ങൾ ഓർമ്മയുണ്ടാവും, നമ്മൾ നടത്തിയിട്ടുള്ള എക്സിബിഷന് യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയിട്ടുള്ള സനിൽ കാനത്ത്. അടുത്ത എം പി പ്രമോദ് വന്നിട്ടോ? നമ്മുടെ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതാവാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ബന്ധു. ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കുട്ടാട്ടൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം PP വേണുഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് ചാർക്കോ ഉൾപ്പെടെയുള്ള വ്യാപാരി വ്യവസായി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, വളരെ മനുഷ്യത്വപൂർവമായുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപയുടെ ഒരു സഹായം മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യാപാരിയുടെ കുടുംബത്തിന് നൽകുക എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച കുട്ടാടൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് മാത്തണയിൽ ഇതേപോലുള്ള ഒരു പരിപാടി നടന്നിരുന്നു. ഇത്രയധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ ഈ സുധാകരനും ദേവസ്വം മേച്ചേരി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും അതിനകത്തൊരു ആശംസാന്നുള്ള നിലയിൽ പങ്കെടുത്തു. അവിടെ ഈ സഹായ പദ്ധതിയിൽ അംഗമായിട്ടുള്ള അർഹതായിട്ടുള്ളത് അവിടുത്തെ ഒരു യുവ വ്യവസായിയായിരുന്ന ബാല ഗംഗാധര തിലകൻ എന്നുള്ളവരുടെ കുടുംബത്തെ സഹായിക്കലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ആശ്രയ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഗംഗയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ അവിടെ ഒരു വ്യാപാരം, ചെറിയതാണെങ്കിലും വ്യാപാരം നടന്നുകയും പൂർണ്ണമായും ആ വ്യാപാരത്തിൽ മുഴുകി അതിലൂടെ തൻ്റെ ജീവിതം ഉരുപിടിപ്പിച്ച് വരുന്ന ഘട്ടത്തിലാണ് വിവാഹമൊക്കെ കഴിച്ച് വീടിൻ്റെ പണിയൊക്കെ നടന്ന് കുട്ടികളൊക്കെ പഠിപ്പിച്ച് വരുമ്പോഴാണ് അദ്ദേഹം ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സയിലിരിക്കെ നമ്മെ വിട്ടു പറഞ്ഞു പോയിട്ടുള്ളത്. ഉടനെ ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആഘാതം, കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു വരുമാന സ്രോതസ്സായിട്ടുള്ള ആ വ്യാപാരി പെട്ടെന്ന്, ആ കുടുംബനാഥൻ പെട്ടെന്ന് നമ്മെ ആ കുടുംബത്തെ വിട്ടു പിരിയുമ്പോൾ അതിൻ്റെ വേർപാട് പരിഹരിക്കാൻ നമുക്ക് 10 ലക്ഷം രൂപ കൊണ്ടൊന്നും കഴിയില്ലെങ്കിൽ പോലും, പക്ഷെ തുടർന്ന് അവർക്ക് ജീവിക്കണം. എത്രയും പ്രിയപ്പെട്ട തൻ്റെ കുടുംബാംഗം നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ നിലയിൽ അവർ ആ വ്യാപാര സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ ഭാര്യ രംഗത്ത് വരികയും തുടർന്ന്
വളരെ വിഷമത്തോടു കൂടി പോകുന്ന ഘട്ടത്തിലാണ് ഈ 10 ലക്ഷം രൂപയുടെ സഹായം കഴിഞ്ഞ ആഴ്ച അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അവർ വളരെ സന്തോഷവതിയായിട്ട് അതുകൊണ്ട് അതിൻ്റെ ആശ്വാസം അല്ലേ, സന്തോഷവതിയല്ല, വളരെ ആശ്വാസം വരുന്ന ഘട്ടത്തിലാണ്. കാരണം വീടിൻ്റെ പണി തീർന്നില്ല, എനിക്കറിയാം, നേരിട്ട് അറിയുന്നതാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആശ്രയ പദ്ധതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മുന്നോട്ടുള്ള ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പെട്ടെന്ന് സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് വീണ്ടും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ചിലപ്പോൾ കടബാധ്യതകൾ തീർക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു പുതിയ വ്യാപാരം തുടങ്ങുന്നതിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അതൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ മോശമല്ലാത്ത ഒരു സംഖ്യ തന്നെയാണ് ഈ ഏകോപന സമിതിയുടെ ഈ ആശ്രയ പദ്ധതിയിലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ വഴി നിന്ന് പോകുന്ന വളർച്ച നിന്ന് പോകുന്ന ഒരു കുടുംബത്തിന് താങ്കും നടലുമായി മാറുന്നതിന് വേണ്ടി ഇതിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇതെന്നാണ് പറയാനുള്ളത്. ഇതിൽ വ്യാപാരികൾ മാത്രമല്ല, ചുമട്ടുതൊഴിലാളികളെയും ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ കുറച്ച് ചുമട്ടുതൊഴിലാളികൾ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചേരാം, വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്ക് ചേരാം, ഇങ്ങനെയുള്ള കുറേയേറെ സാധ്യതകൾ ഇതിനകത്തുണ്ട്. കുറേ ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട് ചുമട്ടുതൊഴിലാളികൾ കൂടുതലെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും ഇതിനെ വേണ്ടി ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള ഇതിൻ്റെ നേതൃത്വത്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പരിപാടി ചുമട്ടുതൊഴിലാളികളുടെ പ്രതിനിധികളെ കൂടെ ക്ഷണിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചിട്ടുള്ള ഇതിൻ്റെ ഈ പേരാവൂരിലെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ധനശ്രീ ഫാഷൻസ് ആണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ധനശ്രീ ഫാഷൻസ് വികാസിനാണ് ആ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ധനശ്രീ ഫാഷൻസിന്റെ സമ്മാനമാണ്. ഇവിടെ ഇപ്പോൾ ചെക്ക് വാങ്ങി വെച്ചിട്ടുള്ള ആളുകൾ ചെക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകൾ ദയവ് ചെയ്ത് ഈ യോഗ അവസാനിച്ചതിന് ശേഷം പ്രസിഡന്റിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചില ചെക്കുകളൊക്കെ അങ്ങോട്ടും മാറിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ യോഗത്തിന് ശേഷം മാത്രമേ അവർ പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുക. അടുത്തായിട്ട് ഒരു ചികിത്സാ സഹായമുണ്ട്. ബഹുമാന്യനായ ഹബീബ് റഹ്മാനുള്ള ചികിത്സാ സഹായമാണ്. ആ ചികിത്സാ സഹായം വിതരണം ചെയ്യുന്നത് ആശ്രയിൽ നിന്നുള്ള ചികിത്സാ സഹായമാണ്. ആ സഹായം വിതരണം ചെയ്യുന്നത് അഭിനന്ദനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാൽജിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങേണ്ടി കൊടുക്കണ്ട. അടുത്തത് സുരേഷാണ്. ബഹുമാന്യനായ സുരേഷിനെ ആശംസ അറിയിക്കാനായി ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. വിശദീകരിച്ചു കഴിഞ്ഞു. വേറൊരു കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സണ്ണി സെബാസ്റ്റ്യൻ LT മേഖലയുടെ പ്രസിഡന്റാണ്. നമുക്ക് ഒരു അതിഥിയായി അത് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ രാഷ്ട്രീയ പദ്ധതിയുടെ ചെയർമാൻ വ്യവസായ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഈ പദ്ധതിയുടെ ആനുകൂല്യം വിതരണം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട പേരാവൂർ പ്രിയപ്പെട്ടവരെ, പേരാവൂർ പരിസരങ്ങളിലുള്ള വിദ്യാർത്ഥികളുള്ള ഏറ്റവും പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഈ ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യം സ്വീകരിച്ചിട്ടുള്ള കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ ആശ്വാസകരമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്.
ഒരു വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ട് അകാലത്ത് നമ്മോട് വെട്ടിക്കഴിഞ്ഞ് പോയി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾ ഒരു ശക്തമായ, നിങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു ശക്തമായ കരങ്ങളിലായിരുന്നെന്നും വളരെ സഹാനുഭൂതിയുള്ളതും അനുകമ്പയുള്ളതുമായ കരങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ആ വിശ്വാസം അർപ്പിച്ചിരുന്നതും എന്നുള്ളതിനൊരു സാക്ഷ്യപത്രമാണ് ഇന്നത്തെ ദിവസം ഈ സഹായ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത്തരമൊരു പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയണമെങ്കിൽ സാധാരണ ഒരു കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒരു വലിയ സംഘടനയ്ക്കോ ഒന്നും സാധ്യമല്ല. എന്നിരിക്കെ അസാധ്യമെന്ന് തോന്നിയ ഇത്തരം കാര്യങ്ങൾ വളരെ നിഷ്പ്രയാസം കണ്ണൂർ ജില്ലയിൽ നന്നായി നടപ്പാക്കാൻ ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നമുക്കൊരു നല്ല ശക്തമായ ഒരു നേതൃനിരയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മൾ ഈ മറ്റ് പദ്ധതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ഇൻഷൂർ മറ്റ് പല സംഘടനകളുടെയും പല പദ്ധതികളുണ്ടെങ്കിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടപ്പാക്കുന്ന ഈ പദ്ധതി അതിൽ വളരെ സവിശേഷമായ കുറേ പ്രത്യേകതകളുണ്ട്. ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർ പലപ്പോഴും ഏറ്റവും ചെറിയ വ്യാപാരികളും വളരെ ചെറിയ വരുമാനമുള്ളവരൊക്കെ ആയിരിക്കാം. അവരുടെ വ്യാപാര മേഖലയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് 100 രൂപ തിരിച്ച് വീട്ടിൽ കൊണ്ടുചെല്ലാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരുടെ മരണം വളരെയധികം ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കിടന്നോ മറ്റു രീതിയിലോ ഒക്കെ ആയി വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുത്തി ആ കുടുംബത്തിന് താങ്ങാനുള്ള ഒരു വേദന ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആ കുടുംബത്തെ സഹായിക്കാൻ പറ്റിയുള്ള ഇത്തരം പദ്ധതികൾ അത് മറ്റ് ഒരു റെക്കമെൻഡേഷനും വേണ്ട. ഒരു പക്ഷേ മരണ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനോ മാത്രത്തോടുകൂടി എത്രയോ ദിവസം 10 ദിവസം തന്നെ നമുക്ക് ഇത്തരൊരു പദ്ധതിയിലേക്ക് അവർക്ക് ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സംഘടനയ്ക്ക് ഇത്രയ്ക്കും ശക്തമായ വേരുറപ്പുള്ളതും ഒരു സംഘടനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ ആശ്രയിക്കുന്ന ഈ സംഘടന നല്ല അടിയുറപ്പുള്ളതും നിങ്ങൾ ആ ജില്ലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും ചെറിയ കാറ്റിൽ നിന്ന് വീഴ്ന്നു പോകുന്നതല്ലെന്നും ഒക്കെ തെളിയിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് കണ്ട മറ്റൊരു ചടങ്ങോടെ നമ്മുടെ ഈ കുറച്ച് പുതിയ വ്യാപാര സംഘടന നമ്മൾ വിട്ടുപോയവരും അല്ലാത്തവരുമായിട്ടുള്ള കുറച്ച് പുതിയ ആൾക്കാർ കൂടെ നമ്മളെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ സംഘടനയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇതിന്റെ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് മുഴുവൻ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നിർത്തുന്നു എന്ന് നമസ്കാരം. നമുക്കറിയാം, എൻ്റെ പേരാവൂർ യൂണിറ്റിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശ്രയ പദ്ധതിയിൽപ്പെട്ട 5 ആളുകൾ 10 ലക്ഷം രൂപ വെച്ച് വിതരണം ചെയ്യുന്ന പരിപാടി കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, 2 കൊല്ലം മുമ്പ് കാക്കിനാട് വെച്ച് ഇതുപോലെ ഒരു പരിപാടി മേഖലയുടെയും നിത്യ മേഖലയുടെയും ജില്ലയുടെയും നേതൃത്വത്തിൽ നമ്മളൊരു 2,500 ആളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിപ്പോകുന്നത്. നമ്മൾ ശ്രീമാൻ സണ്ണി ജോസഫ് അവറുകൾ ഈ വേദിയിൽ ഇപ്പം പ്രതിപാദിക്കുന്നത് നമുക്കറിയാം, വ്യാപാരികളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. നമ്മുടെ പ്രവർത്തനത്തിന് ഫലമായിട്ടാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്ന ഓരോരുത്തർക്കും ഈ സംഖ്യ കൊടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഈ സംഖ്യയിൽ ഈ സംഘടന ഇതിൽ നിന്നും മാറിപ്പോയി. അവരെല്ലാം വീണ്ടും ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിയിൽ ഒന്നുചേർന്നുകൊണ്ട് മുമ്പോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ പദ്ധതി നല്ലൊരു പദ്ധതിയായിട്ട് ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തതിൽ പിന്നെ 172 പരം ആൾക്കാർക്ക് ഈ സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സഹായ സഹകരണമായിട്ടാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ യൂണിറ്റ് മെമ്പർമാരും ശക്തമായ പ്രവർത്തനം നടത്തി ഇത് നിലനിർത്തണമെന്നാണ് പറഞ്ഞുകൊണ്ട് ഇതിന് ആശംസകൾക്ക് അവസരം തന്ന ഈ പേരാവൂർ സംഘടനയ്ക്ക് യൂണിറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും നമ്മൾ ഇന്ന് ആശ്രയ പദ്ധതിയിലുള്ള അംഗങ്ങളെല്ലാവരും കൂടി പേരാവൂരിലുള്ള 5 കുടുംബങ്ങളെ ഇന്ന് രക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും അത്താണി നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ
നമുക്ക് ഒരുപാട് പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ടാവും. അവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ ആശ്രയ പദ്ധതി രൂപം കൊള്ളുകയും അതിൻ്റെ പ്രവർത്തനമായി ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൂണിറ്റിൽ 2 കൊല്ലം മുമ്പ് യോഗനാൻ എന്നൊരാൾ കാണപ്പെടുകയുണ്ടായി. വളരെ നിർജ്ജനായ ഒരു കുടുംബമായിരുന്നു അവരുടെ. 2 വിവാഹ പ്രായമെത്തിയ 2 പെൺമക്കൾ. ആ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ പോലും കൂടത്തില്ലാതെ അവർ ഇരിക്കുന്ന സമയത്താണ് ഈ യോഗനാന്റെ മരണവും. എന്ത് ചെയ്യാം, ഏതായാലും ആശ്രമ പദ്ധതിയിൽ അംഗമായതുകൊണ്ട് യോഗനാന് ആ 10 ലക്ഷം രൂപ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. അത് കിട്ടിയ ഉടനെ തന്നെ മൂത്ത കുട്ടിയെ 5 ലക്ഷം രൂപ മുടക്കി അതിൽ വിവാഹം കഴിച്ചയച്ചു. ഇനി ഒരു കുട്ടി കൂടെയുണ്ട്, അത് പഠിക്കും. എന്തായാലും ഇതിനുള്ള ഒത്തിരി ഗുണങ്ങൾ ഈ ആശ്രയ പദ്ധതികളിൽ ചേർന്നുകൊണ്ട് നമുക്ക് ഓരോ കുടുംബത്തെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ 10 ലക്ഷം രൂപ കൊടുക്കുന്ന ഓരോ വ്യക്തിയോടും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വെറുതെ വളരെ കരുതലോടെയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നിങ്ങൾ പൈസ കൊണ്ട് എന്ത് ചെയ്യും, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, എല്ലാം കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 10 ലക്ഷം കൊടുക്കുള്ളൂ. വെറുതെ നശിപ്പിച്ച് കളയാനായിട്ട് ഒരിക്കലും ആലോചിക്കില്ല. ഏതായാലും ഞാൻ നിരൂപിക്കുന്നില്ല. എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച പേരാർ യൂണിറ്റ് കമ്മിറ്റിക്ക് 20 യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞുകൊണ്ട് നന്ദി നിർത്തുന്നു. ജയ് ഹിന്ദ്. യോഗത്തിൻ്റെ ഉദ്ഘാടനം പദ്ധതിയുടെ ആശ്രയ പദ്ധതി നിർദ്ദേശിക്കുക എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരുടെയും കുടുംബത്തിന് തലസ്ഥാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആശ്രമത്തെ വീണ്ടും എല്ലാവരും ചേർന്നതിനുള്ള അഭ്യർത്ഥനയായിട്ട് ഈ പദ്ധതിയിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ മെമ്പർമാർക്കും എല്ലാവരുടെ പേരിൽ നമ്മുടെ യൂണിറ്റിൻ്റെ പേരിൽ ആശംസിക്കുന്നില്ല. രൂപേഷ് എം പെരാവ് 230. പി പുരുഷോത്തമൻ പുരുഷോത്തമൻ പി. ഇത് പേരാർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസംഭ മുഹൂർത്തമാണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ധാരാളം ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു അത്താണിയായി തന്നെ നല്ലൊരു പൈസ ആശ്രയ പദ്ധതി മുഖേന ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഇവിടെ പറയാനുള്ളത് നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. 2-3 കാര്യങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നമ്മുടെ സംഘടന ചെറുകിട വ്യാപാരികളായിട്ട് ഇന്ന് കേരളത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം വ്യാപാരികൾ ആണ് ഉള്ളത്. അവരുടെ പ്രയാസങ്ങൾ നേരത്തെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധാകരൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്ന് ഓൺലൈൻ വ്യാപാരമാണ്. ഇനി എല്ലാ വീടുകളിലെ മുറ്റത്തേക്കും ഓൺലൈൻ സാധനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ പോലുള്ള ബഹുരാഷ്ട്ര കുത്തകൾ. മറ്റൊന്ന് പറയാനുള്ളത്, പിന്നെ മാളുകൾ, വലിയ വലിയ മാളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം. നേരത്തെ കോർപ്പറേഷനുകളിലും ഉള്ള ഈ മാളുകൾ ഇന്ന് മുനിസിപ്പാലിറ്റികളിലും അതുപോലെ പഞ്ചായത്തുകളിലും വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത മാർഗം മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.
മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റ് അവതരിപ്പിച്ച ഒരു ബില്ല്, അതായത് നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം 90% വാടക കെട്ടിടത്തിലാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുതലാളിമാർക്ക് അനുകൂലമായ ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ്, കെട്ടിട ഉടമകൾക്ക് അനുകൂലമായ ഒരു ബില്ലാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചെറുകിട കച്ചവടക്കാരുടെ ജീവിതമാർഗം മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ള സാഹചര്യത്തിലുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ ഒരു 25% കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ കൂട്ടി ഫോർ റെന്റ് എന്ന ബോർഡ് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസത്തിൽ കൂടിയാണ് നമ്മുടെ ചെറുകിട കച്ചവടക്കാരന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 10, 40, 50 കൊല്ലം കച്ചവടം ചെയ്ത് ലോണുകളും മറ്റും അടക്കാൻ പറ്റാതെ ജപ്തി നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മക്കളെ കല്യാണം കഴിച്ച് പറഞ്ഞ സ്വർണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ദേവസ്വം മേശിച്ച ഇങ്ങനെ ഒരു ആശ്രയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ 10 ലക്ഷം രൂപ അതൊരു വലിയ പൈസയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കുട്ടേട്ടനെ സംബന്ധിച്ചിടത്തോളം, ബഷീറിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ വെച്ചാൽ ഈ 10 ലക്ഷം രൂപ അതൊരു വലിയ പൈസയാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അത്താണിയാണ് ഈ 10 ലക്ഷം രൂപ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആണ് നമ്മുടെ മേറ്റേരി സാർ ഇങ്ങനെ ഒരു ആശ്രയ പദ്ധതിയുമായി ഒരു ദൈവദൂതനെ പോലെ ആ കുടുംബത്തിലേക്ക് കടന്നിരുന്നു. അത് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ചിലപ്പോൾ ഒരു 15 പവൻ തേക്കും വാങ്ങാൻ പറ്റാത്ത ഒരു പൈസയാണ് ഈ 10 ലക്ഷം രൂപ. എന്നിരുന്നാലും അത് ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാണ് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ 10 ലക്ഷം രൂപ എന്നുള്ളത് പടിപടിയായി 15ഉം 20 ലക്ഷം രൂപയായി ഉയർത്തണമെന്ന ഒരു അഭ്യർത്ഥനയും ഞാൻ ബഹുമാനപ്പെട്ട മേറ്റേരി സാർ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. 15ഉം 20 ലക്ഷമായി ഉയർത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് സംസാരിച്ച് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ പറ്റിയത് പേരാവളി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവളും അതിന് നേതൃത്വം നൽകിയ KK രാമേന്ദ്രൻ അവരുടെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്ന തൽക്കാലം നിർത്തുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറേയും കൂടി ആൾക്കാർ വന്ന് ചേർന്ന് എങ്കിൽ മാത്രമേ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകുള്ളൂ. അത് മാത്രമല്ല, അതിൻ്റെ പൈസ കൃത്യമായ സമയത്ത് കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നേച്ചറിനെ സംബന്ധിച്ച് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നേരത്തെ പറഞ്ഞ പൈസ വളരെ കുറവാണ്. പൈസ കൊടുത്തുകൊണ്ടില്ലെങ്കിൽ മാത്രമേ എല്ലാവർക്കും പൈസ കിട്ടുകയുള്ളൂ. ആരെങ്കിലും കുറഞ്ഞ ആളാണ് കുറച്ച് അടച്ചിട്ടില്ലെങ്കിൽ അതെല്ലാവരും ബുദ്ധിമുട്ടായി മാറുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി